നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലേക്ക് ജപ്പാന്റെ 1 ലക്ഷം കോടി രൂപയുടെ വൻ നിക്ഷേപം. ഒപ്പുവെച്ചത് 120 കരാറുകളിൽ. വിപണിയുടെ തിരിച്ചുവരവിൽ കുതിപ്പിനൊരുങ്ങുന്നത് 6 സെക്ടറുകളെന്ന് വിദഗ്ധർ. ചരിത്രം ആവർത്തിക്കുമെന്നും വിലയിരുത്തൽ. ദീർഘകാലാടിസ്ഥാനത്തിൽ സ്വർണം മുന്നേറുമെന്ന പ്രവചനത്തിൽ ഉറച്ച് എഡിആർ ഡേനി. $10,000 ലക്ഷ്യം കൈവരിക്കുമെന്ന പ്രവചനം. ഇന്ത്യൻ വിപണിക്ക് അടുത്ത 6 മാസം പ്രതീക്ഷയുടേതെന്ന റിപ്പോർട്ട്. ദീർഘകാല നിക്ഷേപകർക്ക് വരും മാസങ്ങൾ വലിയ അവസരമെന്നും നിരീക്ഷണം. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഓഹരികൾ വിൽക്കാനുള്ള നടപടികൾ ഊർജിതമാക്കി കേന്ദ്രം. ലക്ഷ്യം ബജറ്റ് ആഘാതം ലഘൂകരിക്കൽ. വിശദമായ വാർത്തകളിലേക്ക്. ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നേട്ടത്തിൽ വ്യാപാരം അവസാനിച്ചു. സെൻസെക്സ് 579.48 പോയിന്റ് ഉയർന്ന് 77,502.12 നിഫ്റ്റി 169.85 പോയിന്റ് ഉയർന്ന് 24,175.7 ക്ലോസ് ചെയ്തു. വിശദാംശങ്ങളുമായി നിഖിലുണ്ട് നമുക്കൊപ്പം. നിഖിൽ, ഇന്ന് വിപണിയെ നേട്ടത്തിലേക്ക് നയിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ്? മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ക്ലോസിങ്ങിന് തന്നെ ഇന്ന് സാധിച്ചിട്ടുണ്ട്. അതായത് ഒരു മികച്ച ഒരു പ്രകടനം തന്നെ രേഖപ്പെടുത്തി എന്ന് തന്നെ നമുക്കിന്ന് ഇപ്പോൾ പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. അതായത് പല ഘടകങ്ങൾ ഇന്നിപ്പോൾ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എൻവയറോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്നാമത് എടുത്തു പറയേണ്ടത് ക്രൂഡ് ഓയിലിൻ്റെ ഒക്കെ തന്നെ വില വലിയ രീതിയിൽ തന്നെ താഴോട്ട് പോകുന്നു. ഏകദേശം $70 പെർ ബാരൽ എന്ന് പറഞ്ഞ ഒരു നിരക്കിലേക്ക് നിലവിലിപ്പോൾ ബ്രന്റ് ക്രൂഡ് ഫ്യൂച്ചേഴ്സ് ഒക്കെ തന്നെ എത്തിയിരിക്കുന്നത്. പണപ്പെരുപ്പമൊക്കെ തന്നെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യൻ വിപണിക്ക് വലിയ രീതിയിലുള്ള ഒരു റിലീഫ് തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ നിലവിലിപ്പോൾ ജിയോ പൊളിറ്റിക്കലി വരുന്ന വാർത്തകൾ പരിശോധിക്കുമ്പോഴും US-ഇറാൻ സമാധാന ചർച്ചകൾ വളരെ പോസിറ്റീവായിട്ട് തന്നെ പ്രോഗ്രസീവായിട്ട് തന്നെ മുന്നേറുന്നു എന്നും സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് സംബന്ധിച്ചിടത്തോളമുള്ള ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചർച്ചകളും പ്രോഗ്രസീവായിട്ട് തന്നെ മുന്നേറുന്നു എന്നൊക്കെ തന്നെയാണ് ഖത്തറിൻ്റെ ഭാഗത്തു നിന്നൊക്കെ തന്നെ നിലവിൽ വന്നിരിക്കുന്ന പരാമർശം എന്നുള്ളതും ഇന്നത്തെ ഒരു മാർക്കറ്റിൽ നമ്മൾ ശ്രദ്ധേയമായിട്ട് കാണണം. അതുകൂടാതെ ഈ ഇന്ത്യ വിക്സിൻ്റെ ഒരു പ്രകടനം നോക്കുകയാണെങ്കിലും ഏകദേശം 3% മുകളിലൊക്കെ തന്നെ താഴോട്ട് പോയിക്കൊണ്ട് ഏകദേശം ഒരു 12-13 എന്ന് പറയുന്ന ഒരു റേഞ്ചിലേക്കൊക്കെ തന്നെ ഇന്ത്യ വിക്സ് വന്നിരിക്കുന്നത് മാർക്കറ്റിൽ വലിയ രീതിയിൽ തന്നെയുള്ളൊരു സെർട്ടേണിറ്റി കടന്നു വരുന്നതിനും ഒരു ഇടയാക്കിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഇന്നിപ്പോൾ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ തന്നെയുള്ള ഒരു സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. കൂടാതെ IT ഓഹരികളിൽ ഉണ്ടായിരിക്കുന്ന വലിയ രീതിയിലുള്ള ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് ഗ്ലോബലി പരിശോധിക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ തന്നെ ഉള്ള ഒരു സെൽ ഓഫ് ആയിരുന്നു AI റിലേറ്റഡ് സ്റ്റോക്കുകളിൽ ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യൻ IT കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ആൻറ്റി AI ട്രേഡിൻ്റെ ഒരു ബെനിഫിഷ്യറിയായി മാറി എന്ന് വേണം നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഈ ഒരു SaaS മോഡൽ കമ്പനികളിലേക്ക് വീണ്ടും ഒരു വലിയ രീതിയിലുള്ള ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കടന്നു വന്നിരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ വിപണിയുടെ ഒരു ക്ലോസിംഗ് ഡീറ്റെയിൽസ് പരിശോധിക്കുകയാണെങ്കിൽ നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ 0.71% ഒരു നേട്ടം കാഴ്ചവെച്ചുകൊണ്ട് 24,175.70 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് ക്ലോസിംഗ് ഉണ്ടായിരിക്കുന്നത്. വ്യക്തമാണ്. ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നേട്ടത്തിലാണ് വ്യാപാരം അവസാനിച്ചത്. നിഖിലാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലേക്ക് ജപ്പാന്റെ 1 ലക്ഷം കോടി രൂപയുടെ വൻ നിക്ഷേപം വരുന്നു. ഒപ്പുവെച്ചത് 120 കരാറുകളിലാണ്. 16ാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജപ്പാൻ പ്രധാനമന്ത്രി സനായ് തക്കായിച്ചിയും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് 120 കരാറുകളിൽ ധാരണയായത്. സെമി കണ്ടക്ടർ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ക്ലീൻ എനർജി തുടങ്ങി ഇന്ത്യൻ ഓഹരി വിപണിയെയും വ്യവസായ മേഖലയെയും മാറ്റിമറിക്കാൻ പോകുന്ന മെഗാ നിക്ഷേപമാണ് കരാറൊരുക്കുന്നത്. ജപ്പാൻ ഡെപ്യൂട്ടി ചീഫ് ക്യാബിനറ്റ് സെക്രട്ടറി മസനാവോ ഒസാക്കി വ്യക്തമാക്കിയതനുസരിച്ച് 150-ലധികം പ്രമുഖ ജപ്പാനീസ് കമ്പനികളാണ് ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. ഫുജി ഫിലിം കമ്പനി ഇന്ത്യയിൽ പുതിയ സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് പ്ലാന്റ് ഒരുക്കും. സുസുക്കി കമ്പനി പുത്തൻ ബയോഗ്യാസ് പ്രോജക്റ്റുമായി മുന്നോട്ടു പോകുന്നു. കൂടാതെ ഇന്ത്യയിലെയും ജപ്പാനിലെയും AI സ്റ്റാർട്ടപ്പുകൾ സംയുക്ത ആപ്ലിക്കേഷൻ വികസനത്തിന് തുടക്കമിടും. ഈ നിക്ഷേപങ്ങൾ ഇന്ത്യൻ വിപണിയിലെ മാനുഫാക്ചറിംഗ്, ഇൻഫ്രാസ്ട്രക്ചർ, AI ഓഹരികൾക്ക് വരും ദിവസങ്ങളിൽ വലിയ ഉണർവ് നൽകുമെന്നാണ് സാമ്പത്തിക ലോകം വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.
വിപണിയുടെ തിരിച്ചുവരവിൽ കുതിപ്പിനൊരുങ്ങുന്നത് 6 സെക്ടറുകളെന്ന് വിദഗ്ധർ. ചരിത്രം ആവർത്തിക്കുമെന്നും വിലയിരുത്തൽ. ഈ വർഷം ആദ്യം ആഗോള വെല്ലുവിളികളാണ് ഇന്ത്യക്ക് തിരിച്ചടിയായത്. 2022 സമാനമായി വർഷത്തിന്റെ ആദ്യ പകുതിയിൽ നിഫ്റ്റി 9% ഇടിഞ്ഞെങ്കിലും രണ്ടാം പകുതിയിൽ ശക്തമായി തിരിച്ചുയർന്ന് നേട്ടത്തിലാണ് വർഷം അവസാനിച്ചത്. ഇത്തവണയും വിപണി ശക്തമായി തിരിച്ചുവരുമെന്നാണ് ICICI സെക്യൂരിറ്റീസിന്റെ റിസർച്ച് ഹെഡ് പങ്കജ് പാണ്ഡെയും HDFC സെക്യൂരിറ്റീസിന്റെ MDയും CEOയുമായ ധീരജ് റില്ലിയും വ്യക്തമാക്കുന്നത്. ജിയോ പൊളിറ്റിക്കൽ ആശങ്ക കുറയുന്നതും രൂപയുടെ മൂല്യം സ്ഥിരത കൈവരിക്കുന്നതും വിദേശ നിക്ഷേപകരുടെ തിരിച്ചുവരവിന് വഴിയൊരുക്കും. നിലവിൽ നിഫ്റ്റിയുടെ PE വാല്യുവേഷൻ 20 മടങ്ങെന്ന ആകർഷകമായ നിരക്കിലാണ്. വിപണിയുടെ ഈ തിരിച്ചുവരവിന് നേതൃത്വം നൽകാൻ പോകുന്ന പ്രധാന മേഖലകളിൽ ആദ്യത്തേത് ബാങ്കിംഗ് ആൻഡ് ഫിനാൻഷ്യൽസ് ആണെന്നും അവർ പറയുന്നു. കോർപ്പറേറ്റ് വായ്പകളുടെ വർധനയും നിക്ഷേപ സമാഹരണവും ബാങ്കുകളുടെ ലാഭം കൂട്ടും. അടുത്തത് ക്യാപിറ്റൽ ഗുഡ്സ്, ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഡിഫൻസ് മേഖലയാണ്. സർക്കാരിന്റെ വൻ മൂലധന നിക്ഷേപങ്ങളും ആത്മനിർഭർ ഭാരത് പദ്ധതി വഴി ആഭ്യന്തര പ്രതിരോധ നിർമ്മാണവും കയറ്റുമതിയും വർദ്ധിക്കുന്നത് ഈ മേഖലയ്ക്ക് കരുത്താകുമെന്നും ഇരുവരും വ്യക്തമാക്കി. രാജ്യത്തെ വൈദ്യുതി ആവശ്യകത ഉയരുന്നതും ഗ്രീൻ എനർജി മേഖലയിലെ വലിയ മാറ്റവും പവർ ആൻഡ് റിന്യൂവബിൾ എനർജി സെക്ടറിന് ശക്തി നൽകുമെന്ന് റിലിഗെയർ ബ്രോക്കിംഗിലെ അജിത് മിശ്രയും ചൂണ്ടിക്കാണിക്കുന്നു. ലോഹങ്ങൾ, പ്ലാസ്റ്റിക്, റബ്ബർ തുടങ്ങിയ വസ്തുക്കളുടെ വില കുറയുന്നത് ഓട്ടോമൊബൈൽ കമ്പനികളുടെ മാർജിൻ കൂട്ടും. ക്രൂഡ് ഓയിൽ വില കുറയുന്നത് പെയിന്റിംഗ്, FMCG കമ്പനികൾക്ക് ലാഭമുണ്ടാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ സാഹചര്യത്തിൽ വിദഗ്ധ പാനൽ നിർദ്ദേശിക്കുന്ന ഓഹരികൾ ഇവയാണ്: ICICI ബാങ്ക്, HDFC, കൂടാതെ മുൻനിര PSU ബാങ്കുകൾ, മാരുതി സുസുക്കി, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, അപ്പോളോ ടയേഴ്സ്, ഏഷ്യൻ പെയിന്റ്സ്, പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ്, ടാറ്റ കൺസ്യൂമർ, മാരിക്കോ, നെസ്ലെ ഇന്ത്യ, പവർ ഗ്രിഡ് കോർപ്പറേഷൻ, NTPC, PFC, REC, സുസ്ലോൺ, ഇനോക്സ് വിൻഡ്, ലാർസൻ ആൻഡ് ടൂബോ, സീമെൻസ്, കമിൻസ് ഇന്ത്യ, ഭാരത് ഇലക്ട്രോണിക്സ്, HAL, സൺ ഫാർമ, ലുബിൻ, ലെമൺ ട്രീ ഹോട്ടൽസ്. മാസ്റ്റർ ക്യാപിറ്റൽ സർവീസസിലെ രവി സിംഗ് വ്യക്തമാക്കുന്നത് വരും മാസങ്ങളിൽ വിപണിയുടെ പൊതുവായ ദിശയേക്കാൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഓഹരികളുടെ ഗുണനിലവാരമാണ് ലാഭം നിശ്ചയിക്കുക എന്നതാണ്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ദീർഘകാലാടിസ്ഥാനത്തിൽ സ്വർണം മുന്നേറുമെന്ന പ്രവചനത്തിൽ ഉറച്ച് എഡ് യാർഡേനി. $10,000 ലക്ഷ്യം കൈവരിക്കുമെന്നാണ് പ്രവചനം. 2030 സ്വർണ്ണവില 1 ഔൺസിന് $10,000 എന്ന റെക്കോർഡ് നിലവാരത്തിലേക്ക് ഉയരുമെന്നാണ് ലോകപ്രശസ്ത വിപണി വിദഗ്ധനും യാർഡേനി റിസർച്ചിന്റെ പ്രസിഡന്റുമായ എഡ് യാർഡേനി പറയുന്നത്. ചെറിയ കാലയളവിൽ മാത്രമാണ് സ്വർണത്തിൽ ഇടിവുണ്ടാകൂ. ജിയോ പൊളിറ്റിക്കൽ പ്രതിസന്ധികൾ കാരണം കേന്ദ്ര ബാങ്കുകൾ ഡോളറിന് പകരം വൻതോതിൽ സ്വർണം വാരിക്കൂട്ടുന്നത് വില വർദ്ധിക്കാൻ പ്രധാന കാരണമാകും. ഈ ദശകത്തിൽ ഓഹരി വിപണിയും വൻതോതിൽ ഉയരുമെന്നാണ് യാർഡേനി കണക്കുകൂട്ടുന്നത്. അമേരിക്കൻ സൂചിക 10,000 തൊടും. ഇത്തരത്തിൽ ഓഹരി വിപണിയിൽ നിന്ന് വൻ ലാഭം കൊയ്യുന്ന നിക്ഷേപകർ ഒരു ഘട്ടം കഴിയുമ്പോൾ ആ പണം സുരക്ഷിത നിക്ഷേപമായ ബോണ്ടുകളിലേക്കും സ്വർണത്തിലേക്കും മാറ്റും. ഇതും സ്വർണത്തിന് അനുകൂലമാകും. മുൻപ് സ്വർണ്ണവില ഔൺസിന് $5,500 വരെ ഉയർന്നിരുന്നെങ്കിലും ഇപ്പോൾ അത് $4,000 നിലവാരത്തിലാണ്. ഈ $4,000 എന്നത് സ്വർണത്തെ സംബന്ധിച്ച് വളരെ ശക്തമായ ഒരു സപ്പോർട്ട് ലെവലാണ്. മുൻപ് ഈ വർഷാവസാനത്തോടെ സ്വർണം $5,500 തൊടുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും യാർഡേനി അതിപ്പോൾ $5,000 കുറച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഇന്ത്യൻ വിപണിക്ക് അടുത്ത 6 മാസം പ്രതീക്ഷകളുടേതെന്ന് റിപ്പോർട്ട്. ദീർഘകാല നിക്ഷേപകർക്ക് വരും മാസങ്ങൾ വലിയ അവസരമെന്നും നിരീക്ഷണം. ഈ വർഷത്തെ ആദ്യ പകുതിയിലെ വിപണി തകർച്ചയ്ക്ക് കാരണം ഇന്ത്യൻ കമ്പനികളുടെ മോശം പ്രകടനമല്ല, മറിച്ച് യുദ്ധം, ക്രൂഡ് ഓയിൽ വിലക്കയറ്റം, രൂപയുടെ മൂല്യത്തകർച്ച, US താരിഫ് എന്നിവയാണെന്ന് വാട്ടർഫീൽഡ് അഡ്വൈസേഴ്സിലെ വിപുൽ ബോവർ നിരീക്ഷിക്കുന്നു. വിദേശ നിക്ഷേപകർ 2.78 ലക്ഷം കോടി രൂപയാണ് ഇക്കാലയളവിൽ പിൻവലിച്ചത്. എന്നാൽ കമ്പനികളുടെ ലാഭവിഹിതം, സർക്കാർ പദ്ധതികളുടെ നടത്തിപ്പ് എന്നിവയിലേക്ക് വിപണിയുടെ ശ്രദ്ധ ഇനി കേന്ദ്രീകരിക്കും. ജൂലിയസ് ബെയർ ഇന്ത്യയിലെ രൂപൻ രാജ്ഗുരു വ്യക്തമാക്കുന്നത് കമ്മോഡിറ്റി വിലകൾ താഴേക്ക് വരുന്നതും രൂപയുടെ സ്ഥിരതയും വരും ക്വാർട്ടറുകളിൽ കമ്പനികളുടെ ലാഭക്ഷമത വർദ്ധിപ്പിക്കുമെന്നാണ്. ഈ വർഷം എൽനിനോ പ്രതിഭാസം കാർഷിക മേഖലയ്ക്ക് ഭീഷണിയാണെങ്കിലും നിലവിലെ ശക്തമായ മൺസൂൺ ആശ്വാസമാണ്. അതായത് വിപണിയുടെ തിരിച്ചുവരവ് ഘട്ടം ഘട്ടമായാണ് നടക്കുകയെന്ന് കോണ്ടേഴ്സിലെ കാർത്തിക് ജോനെഗഡ്ല വിലയിരുത്തുന്നു. 2026 അവസാനത്തോടെ നിഫ്റ്റി 27,100 മുതൽ 27,400 വരെയുള്ള പുതിയ റെക്കോർഡ് നിരക്കിലെത്താം. സെൻസെക്സ് 88,600 മുതൽ 89,500 വരെയുള്ള നിലവാരത്തിലേക്ക് കുതിച്ചുയരാനും സാധ്യതയുണ്ട്.
ഇതിനായി ക്രൂഡ് ഓയിൽ വില ബാരലിന് $70-72 നിൽക്കുന്നതും ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 92-93 നിലവാരത്തിൽ സ്ഥിരത കൈവരിക്കുന്നതും നിർണായകമാണെന്ന് ചോയ്സ് ബ്രോക്കിംഗിലെ ഷായും വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഓഹരികൾ വിൽക്കാനുള്ള നടപടികൾ ഊർജിതമാക്കി കേന്ദ്ര സർക്കാർ. എണ്ണവിലയിലെ വർധനവ് മൂലമുണ്ടാകുന്ന ബജറ്റ് ആഘാതം ലഘൂകരിക്കുകയാണ് ലക്ഷ്യം. ഉയർന്നുവരുന്ന ആഗോള എണ്ണവിലയുടെ പശ്ചാത്തലത്തിൽ ബജറ്റിന് മേലുള്ള സമ്മർദ്ദം കുറയ്ക്കാൻ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഓഹരികൾ വിൽക്കാനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ വേഗത്തിലാക്കുന്നു. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ഹിന്ദുസ്ഥാൻ സിങ്ക് ലിമിറ്റഡ്, സർക്കാർ നിയന്ത്രണത്തിലുള്ള ചില ബാങ്കുകൾ എന്നിവ ഉൾപ്പെടെ 8 പൊതുമേഖലാ സ്ഥാപനങ്ങളെയാണ് ഓഹരി വിൽപ്പനയ്ക്കായി പരിഗണിക്കുന്നത്. LICയിലെ ഓഹരി വിൽപ്പനയിലൂടെ മാത്രം 10,000 കോടി രൂപയും ഹിന്ദുസ്ഥാൻ സിങ്കിൽ നിന്ന് 5,000 കോടി രൂപയും സമാഹരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഓഹരി വിൽപ്പനയുടെ സമയക്രമവും വിലനിർണ്ണയവും നിശ്ചയിക്കാൻ നിക്ഷേപ ബാങ്കർമാരുമായി സർക്കാർ ഉദ്യോഗസ്ഥർ തുടർച്ചയായി ചർച്ച നടത്തുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഭാവിയിലെ വിൽപ്പനയ്ക്കായി കൂടുതൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള കമ്പനികളെ തയ്യാറാക്കുന്നതിനായി കൂടുതൽ ബാങ്കർമാരെ നിയമിക്കുന്നുണ്ടെന്നും അവർ പറഞ്ഞു. അതേസമയം IDBI ബാങ്ക് ലിമിറ്റഡിലെ ഭൂരിഭാഗം ഓഹരികളും വിറ്റഴിക്കാനുള്ള മുൻപത്തെ ശ്രമം വാങ്ങാൻ താൽപര്യം കാണിക്കുന്നവരുടെ കുറവ് മൂലം തടസ്സപ്പെട്ട സാഹചര്യത്തിൽ പുതിയ ലേല നടപടികൾ ക്ഷണിക്കുന്നതായും അടിസ്ഥാന വില കുറയ്ക്കുന്നതും അധികൃതർ പരിഗണിക്കുന്നതായും ബന്ധപ്പെട്ടവർ അറിയിച്ചു. മുൻഘട്ട ലേലത്തിൽ പങ്കെടുത്തവർക്ക് മാത്രമായിരിക്കും പുതിയ ലേലത്തിൽ പങ്കെടുക്കാൻ അവസരമുണ്ടാവുക എന്നും അവർ വ്യക്തമാക്കി. 2026-27 സാമ്പത്തിക വർഷത്തിൽ 80,000 കോടി രൂപയുടെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ലക്ഷ്യമിട്ട സർക്കാർ ജൂൺ വരെയുള്ള 3 മാസത്തിനിടെ മാത്രം ഓഹരി വിൽപ്പനയിലൂടെ ഏകദേശം $2 ബില്യൺ സമാഹരിച്ചതായാണ് റിപ്പോർട്ടുകൾ. ബ്ലൂംബർഗ് ശേഖരിച്ച വിവരങ്ങൾ പ്രകാരം കഴിഞ്ഞ 3 വർഷങ്ങളിൽ ഓരോന്നിലും നടന്ന ഓഹരി വിൽപ്പനയിൽ നിന്ന് ലഭിച്ച ആകെ തുകയേക്കാൾ കൂടുതലാണ് ഈ തുക. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധന. ഗ്രാമിന് 140 രൂപയും പവന് 1,120 രൂപയും വർദ്ധിച്ചു. 1 ഗ്രാം സ്വർണത്തിന് 13,180 രൂപയും പവന് 1,05,440 രൂപയുമായി. 18 ക്യാരറ്റ് സ്വർണ്ണവിലയിലും ആനുപാതികമായ വർധനവ് രേഖപ്പെടുത്തി. ഗ്രാമിന് 115 രൂപ വർദ്ധിച്ച് 1 ഗ്രാം സ്വർണത്തിന് 10,835 രൂപയും പവന് 86,680 രൂപയുമായി. വെള്ളി ഗ്രാമിന് 240 രൂപയിലാണ് വ്യാപാരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലേക്ക് ജപ്പാന്റെ 1 ലക്ഷം കോടി രൂപയുടെ വമ്പൻ നിക്ഷേപം. ഒപ്പുവച്ചത് 120 കരാറുകളിൽ. വിപണിയുടെ തിരിച്ചുവരവിൽ കുതിപ്പിനൊരുങ്ങുന്നത് 6 സെക്ടറുകളെന്ന് വിദഗ്ധർ. ചരിത്രം ആവർത്തിക്കുമെന്നും വിലയിരുത്തൽ. ദീർഘകാലാടിസ്ഥാനത്തിൽ സ്വർണം മുന്നേറുമെന്ന പ്രവചനത്തിൽ ഉറച്ച് എഡ്യാർഡ് ഡേനി. $10,000 ലക്ഷ്യം കൈവരിക്കുമെന്ന പ്രവചനം. ഇന്ത്യൻ വിപണിക്ക് അടുത്ത 6 മാസം പ്രതീക്ഷകളുടേതെന്ന് റിപ്പോർട്ട്. ദീർഘകാല നിക്ഷേപകർക്ക് വരും മാസങ്ങൾ വലിയ അവസരമെന്നും നിരീക്ഷണം. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഓഹരികൾ വിൽക്കാനുള്ള നടപടികൾ ഊർജിതമാക്കി കേന്ദ്രം. ലക്ഷ്യം ബജറ്റ് ആഘാതം ലഘൂകരിക്കൽ. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.